അതോട് ചേർന്ന് എനിക്ക് ഇവിടെ CPM നേതാവിനോട് മറുപടി ചോദിക്കാണ്ട്. കാരണം താങ്കൾ ആദ്യം പറഞ്ഞു ഈ AY പദ്ധതി പ്രകാരം അതിദാരിദ്ര്യരുള്ള കേരളമാണെങ്കിൽ ഇനി അരി കിട്ടില്ല എന്ന്. ഞാൻ വീണ്ടും ശ്രീമതി മാധു അടക്കം അവരടക്കം തെറ്റിദ്ധരിച്ചു വെച്ചേക്കാണ്. അതായത് എങ്ങനെയാണ് 5,90,800 എന്നുള്ളൊരു കണക്ക് അതിദാരിദ്ര്യർക്ക് കൊടുക്കുന്ന AY കാർഡ്, ആ AY കാർഡിൽ ഇനി അതിദാരിദ്ര്യർ ഇല്ല എന്നും ഈ 64,000 അതിൽ പെടാത്ത ആളുകളാണ് ഏതാണ് ശരി? 64,000 5,98,000 പെട്ടതാണോ അല്ലയോ? ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. താങ്കളാണ് പറഞ്ഞത്. താങ്കൾ CPM-ന്റെ അത് തന്നെയാണ് നമുക്കും അറിയില്ലാത്തത്. അതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് താങ്കൾ CPM-നെ സംരക്ഷിക്കണം. 5,98,000 പെട്ടതാണോ 64,000? താങ്കളുടെ ബോധ്യം ആർക്കും ബോധ്യമില്ല. തട്ടിപ്പാണ് കേരളം നടക്കുന്നതെന്ന്. 64,000 എന്ന് പറയുന്നത് 5,98,000 അകത്താണോ പുറത്താണോ എന്ന് പറയുന്നില്ല. 5,98,000 AY താങ്കൾ പറഞ്ഞല്ലോ. AYയുടെ സ്കീമിന്റെ അർത്ഥം എന്താണ്? AY സ്കീം ആർക്കാ കൊടുക്കണേ? അതിദാരിദ്ര്യർക്കാണ് AY അല്ലേ? അപ്പൊ പിന്നെ AY കൊടുക്കുന്നവർ അതിദാരിദ്ര്യർ അല്ലേ? AY സ്കീമിലൂടെ അരി കിട്ടുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നവർ അതിദരിദ്രരാണ്. പക്ഷെ ഇവരുടെ അതിദാരിദ്ര്യത്തിന്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് നോക്കൂ. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡമല്ല എടുത്തിരിക്കുന്നത് എന്നാണ് പിണറായി വിജയന്റെ മാനദണ്ഡമാണ്. അല്ല, അത് നിങ്ങൾ ചോദിക്കേണ്ടത് മറുപടി പറയേണ്ടതുമാണ്. തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് കേരളത്തിനും രാജ്യത്തിനും മനസ്സിലാവുന്ന ഒരു മാനദണ്ഡം എന്താണ്? അതിദരിദ്രൻ എന്ന് പറഞ്ഞാൽ AY സ്കീമിൽപ്പെട്ടവരാണ്. അതുമായി ബന്ധപ്പെട്ട രേഖ സർക്കാർ പുറത്തിറക്കുന്ന പിണറായി വിജയനും മോനും മോളും സെക്രട്ടേറിയറ്റ് AKG എന്ത് വ്യക്തിപരം? ഇവർ ഇത് അതിദരിദ്രാണെന്ന് പ്രഖ്യാപിച്ചാൽ അത് കേട്ട് ഇവിടെ പഞ്ചപുച്ച അടക്കി നിൽക്കാൻ കുറെ മാധ്യമ പ്രവർത്തകർ ഉണ്ടാവും. ഞങ്ങളൊന്നും കിട്ടില്ല. മാനദണ്ഡ പ്രകാരമാണ് ഇത് നിശ്ചയിച്ചത്. എത്ര പ്രാവശ്യം ചോദിച്ചു? അത് പറയേണ്ട ഇതിനെ ആരും പറയുന്നില്ല. അപ്പൊ കേരളം ആഗ്രഹിക്കുന്ന ഉത്തരം ആളുകളോട് ചോദിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. ഞാൻ 4 തവണ ആ കാര്യം ചോദിച്ചു. മറ്റൊന്ന്, ഇന്ന് നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങുമ്പോൾ മന്ത്രി MP രാജേഷ് പറഞ്ഞത് ചരിത്രം നിങ്ങളെ കുറ്റക്കാരെന്ന് വിധിക്കും എന്നാണ്. ഒന്ന് ആദ്യം പറയേണ്ട കാര്യം, ഈ കേരളം ഏത് ദിശാസൂചികയിലാണെങ്കിലും അത് ഒന്നാം സ്ഥാനത്തെത്തിയത് 2016 ശേഷമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം 2016 ശ്രീ പിണറായി വിജയൻ മഴുവറിഞ്ഞുണ്ടാക്കിയതല്ല കേരളം. 957 മുതൽ മാറി മാറി വന്ന സർക്കാരുകൾ ഭരിച്ച് ആ ഓരോ സർക്കാരിൻ്റെയും ഗുണപ്രദമായ പോളിസിയും നടപടികളും ഒക്കെ കൊണ്ടാണ് കേരളം പല രീതിയിലും പല സൂചികകളിലും പല മേഖലകളിലും നമ്മൾ ഒന്നാം സ്ഥാനത്തായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഈ കാര്യം എടുത്താൽ ഇപ്പോൾ 64,004 ആളുകളെ അല്ലെങ്കിൽ 4 കുടുംബങ്ങളെ അതിദരിദ്ര പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതോടുകൂടി അതിദരിദ്രരില്ലാത്ത കേരളമായി മാറി എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഞാൻ പറയുന്നു, 64,000 കുടുംബങ്ങളെ അതിദരിദ്രരുടെ പട്ടികയിൽ നിന്ന് മാറ്റുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അത് നമ്മൾ സർക്കാരിനൊപ്പം ചേർന്ന്, ഏതൊരു സർക്കാരാണെങ്കിലും ആ സർക്കാരിനൊപ്പം ചേർന്ന് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? കേരളത്തിൽ 64,004 അതിദരിദ്രരാണോ ഉള്ളത് എന്നുള്ളതിലാണ് കണക്കിലെ തട്ടിപ്പ് വെച്ചാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതെന്ന് ഞങ്ങൾ പറയാൻ കാരണം. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ തന്നെ 215ാമത്തെ ഐറ്റത്തിൽ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, 4.5 ലക്ഷത്തോളം അതിദരിദ്രരുള്ള സംസ്ഥാനമാണ് കേരളമെന്ന്. അതിൽ 1.5 ലക്ഷത്തോളം ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. 2, ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ശ്രീ GR അനിൽ മഞ്ഞ കാർഡുള്ളവർ, അതായത് അതിദരിദ്രരായിട്ടുള്ളവർക്ക് നമ്മൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഭക്ഷ്യ സബ്സിഡി അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്ന മഞ്ഞ കാർഡുള്ള എത്രയധികം ആളുകളുണ്ട്? അത് 5,90,000 ഉണ്ട് എന്ന് ഇതേ സർക്കാരിൻ്റെ തന്നെ റിപ്പോർട്ട് പറയുന്നുണ്ട്. അതുമാത്രമല്ല, അതിദരിദ്രരുടെ പട്ടിക ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇവരുടെ മാനദണ്ഡം എങ്ങനെയാണ്? 1, സുരക്ഷിതമായ പാർപ്പിടമാണ്. 2, ഭക്ഷണമാണ്. 3, വിദ്യാഭ്യാസമാണ്. 4, ആരോഗ്യമാണ്. ഈ 4 സൂചികകൾ വെച്ചാണ് ഈ പട്ടിക ഉണ്ടാക്കിയത് എന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഇപ്പോൾ ഇന്ന് പ്രസംഗിച്ച ശ്രീ MP രാജേഷ് തന്നെ ഈ നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്? ഇപ്പോൾ ലൈഫ് മിഷനിൽ നമ്മൾ 5.5 ലക്ഷത്തോളം ആപ്ലിക്കൻസ് ഉണ്ട്. ആ 5.5 ലക്ഷത്തോളം ആപ്ലിക്കൻസിൽ 4.25 ലക്ഷത്തോളം ആളുകൾക്ക് വീട് വെച്ച് പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. 2 മാസം മുമ്പുള്ള ശ്രീ MP രാജേഷിന്റെ കണക്കാണ്.
എന്തു പറഞ്ഞാൽ 1.5 ലക്ഷത്തോളം ആളുകൾക്ക് ഇപ്പോഴും വീടുകൾ ലൈഫ് മിഷൻ വെച്ച ഒരു അടച്ചുറപ്പുള്ള വീടുകളില്ല എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇപ്പൊ ഈ 3 സൂചികകൾ ഞങ്ങൾ പറഞ്ഞതല്ല, ഈ സർക്കാരിന്റെ തന്നെ 2 മന്ത്രിമാർ പറഞ്ഞ 3 കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സൂചികകളുള്ള കണക്കുകൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് 64,004 അതിദരിദ്രർ മാത്രമുള്ള സംസ്ഥാനമാണ് കേരളം എന്നിവർക്ക് പറയാൻ സാധിക്കുന്നത്? അതാണ് പറയുന്നത്, ഇത് കണക്കിലെ തട്ടിപ്പാണ് കേരളത്തിൽ നടന്നത് എന്ന് ഇപ്പോൾ പ്രതിപക്ഷം പറയാനുള്ള കാരണം. ഇതിങ്ങനെ ഒരു PR എക്സർസൈസ് മാത്രമാണ്. കാരണം എന്താ, ഇപ്പം ഇന്നലെ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരാൾ ഭക്ഷണം കിട്ടാതെ മരിച്ച വാർത്ത എല്ലാ ദിനപത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 1,17,000 ആദിവാസി കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക്. പക്ഷേ സർക്കാർ ഈ അതിദരിദ്രർ ആയ ആദിവാസികൾ എന്ന് പറയുന്ന 6,000-ഓളം കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ 6,000-ഓളം ആദിവാസി കുടുംബങ്ങൾ മാത്രമാണോ ഈ ഗണത്തിൽ പെടുന്നവരുള്ളൂ? അപ്പൊ അതായത് മുഴുവനായി തന്നെ ഫേക്കായി ഉണ്ടാക്കിയ, വ്യാജമായി ഉണ്ടാക്കിയ ഒരു കണക്കാണ്, തട്ടിപ്പ് കണക്കാണ് ഇത് എന്ന് കോൺഗ്രസും പ്രതിപക്ഷവും പറയാനുള്ള കാരണം ഇതാണ്. ഇനിയിപ്പോൾ ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? എങ്ങനെയാണ് ഇന്നിപ്പോ ഇവർ ഈ കൊട്ടിഘോഷിക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഫംഗ്ഷൻ നടത്തിയത് എങ്ങനെയാണ്? അതായത് വീട് വെച്ചു കൊടുക്കാൻ സർക്കാർ തന്നെ ബഡ്ജറ്റിൽ വകയിരുത്തിയ 53 കോടിയോളം രൂപ, അതിൽ നിന്ന് 1.5 കോടി രൂപ കട്ട് ചെയ്യുകയാണ്. അതിന്റെ ഗവൺമെന്റ് ഓർഡർ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് 1.5 കോടി രൂപ കട്ട് ചെയ്തിട്ടാണ് ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമലഹാസനെയും ഒക്കെ വിളിച്ച് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ തന്നെ ശ്രീ മോഹൻലാലിനോടും കമലഹാസനോടും ഞങ്ങൾക്ക് പ്രത്യേകമായ നന്ദിയുണ്ട്. കാരണം ഈ വ്യാജമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഈ തട്ടിപ്പ് കാണിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാവാം, ആണ് എന്ന് ഞാൻ പറയുന്നില്ല, ആവാം അവർ ഇങ്ങോട്ട് വരാത്തത് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്നിരുന്നാൽ പോലും കേരളത്തിൽ നടന്നത് ഒരു തട്ടിപ്പ് PR എക്സർസൈസ് ആണ് എന്നുള്ളത് കേരള ജനതയ്ക്ക് മനസ്സിലായിരിക്കുകയാണ്.